സയ്യിദുൽ ബക്കരി ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തിയ ഒരു ചരിത്രം, ഒരു കഥ പറഞ്ഞു തുടങ്ങാം. അവർ പറയുന്നു, റുവിയ, ഒരു ഫഖീർ, അദ്ദേഹത്തിന് കുടുംബം, മക്കളും ഭാര്യയൊക്കെ ഉണ്ട്. ആഷുറ ദിവസം നോമ്പനുഷ്ഠിച്ചു. പക്ഷേ നോമ്പ് തുറക്കാൻ ഒന്നും ഇല്ല. അങ്ങനെ മക്കൾക്ക്, വീട്ടുകാർക്ക് നോമ്പ് തുറപ്പിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് കരുതി അദ്ദേഹം പുറത്തിറങ്ങി ചുറ്റി നടന്നു. ഒരു മണി എക്സ്ചേഞ്ച് കണ്ടു. നാണ്യക്കച്ചവടക്കാരൻ. അദ്ദേഹം ഒരു വിരിപ്പ് വിരിച്ച് അതിൽ വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും നാണയങ്ങൾ ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. എന്നിട്ട് പറഞ്ഞു, യാ സയ്യിദി, ഓ മുതലാളി, അന ഫഖീർ, ലഅല്ല അൻ തുഖീളനി ദിർഹമൻ വാഹിദൻ അശ്തരി ബിഹി ഫുതൂറൽ ഇയാലി. എനിക്കൊരു ദിർഹം കടം തരുമോ? എൻ്റെ കുടുംബത്തിന് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണങ്ങൾ വാങ്ങാൻ വേണ്ടിയാണ്. വ അദ്ഉ ലക ഫി ഹാദൽ യൗം, ഇന്നത്തെ പുണ്യ ദിവസം ഞാൻ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്യും. മുതലാളി തിരിഞ്ഞു നോക്കിയില്ല, ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ചെലുത്തിയില്ല. അദ്ദേഹം വിഷണ്ണനായി അവിടുന്ന് തിരിച്ചു നടക്കുകയാണ്. ഹൃദയം പൊട്ടി വേദനിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു യഹൂദി മണി എക്സ്ചേഞ്ച് അപ്പുറത്തുണ്ട്. അദ്ദേഹം ഇവരെ മാടി വിളിച്ചു, എന്താണ് നിങ്ങൾ അവിടെ പോയി സംസാരിച്ചത്? മുഖഭാവം കണ്ടപ്പോഴുള്ള പ്രയാസം കൊണ്ടാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ വീട്ടുകാർ നോമ്പനുഷ്ഠിച്ചതാണ്, നോമ്പ് തുറക്കാൻ വേണ്ടി വകയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തോടൊരു ദിർഹം കടം വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു. യഹൂദി ചോദിച്ചു, എന്താണ് ഇന്നത്തെ പ്രത്യേകത? ഇന്ന് ആഷുറ ദിവസമാണ്. അതിൻ്റെ ആഷുറ ദിവസത്തിൻ്റെ പോരിശയൊക്കെ യഹൂദിയോട് പറഞ്ഞു കൊടുത്തു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഇത് പിടിച്ചോ, നിൻ്റെ കുടുംബത്തിനു വേണ്ടി നീ ചെലവഴിക്കുക. 10 ദിർഹം കൊടുത്തു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോവുകയും വളരെ സുഭിക്ഷമായ സദ്യകൾ ഏർപ്പെടുത്തി വീട്ടുകാരെ സന്തോഷിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അന്നു രാത്രി ഈ മുസ്ലിം മണി എക്സ്ചേഞ്ചുകാരൻ സ്വപ്നം കാണുന്നു. സ്വർഗത്തിൽ വലിയ അദ്ദേഹം വളരെ ദാഹിച്ചും പരവശനായും നിൽക്കുന്ന ഒരു രംഗം. അപ്പോഴതാ വലിയൊരു കൊട്ടാരം കാണുകയാണ്. മുത്തും മാണിക്യവും ചേർത്തുള്ള ഒരു വെളുത്ത കൊട്ടാരം. അതിൻ്റെ വാതിലുകളും അതിൻ്റെ ഓരോന്നും വളരെ മനോഹരമാണ്. അദ്ദേഹം ഉറക്കിൽ ചോദിക്കുകയാണ്, യാ അഹ്ല ഹാദൽ ഖസ്ർ ഉസ്ഖൂനി ശർബത മാ, എനിക്കൊരൽപ്പം വെള്ളം തരുമോ എന്ന് ആ പാലസുകാരോട് ചോദിക്കുന്നതായി സ്വപ്നം കാണുകയാണ്. അപ്പോൾ വിളിച്ചു പറയുന്നു, ഹാദൽ ഖസ്റു കാന ലക കാന ഖസ്റുക ബിൽ അംസ്, ഇന്നലെ വരെ നിൻ്റെതായിരുന്നു ഈ കൊട്ടാരം. പക്ഷേ നീ ആ ഫഖീറിനെ മടക്കി അയച്ചപ്പോൾ ഇത് നിൻ്റേതല്ലാതായി മാറി, ഇതൊരു മറ്റൊരു യഹൂദിക്ക് വേണ്ടി എഴുതി വച്ചിട്ടുണ്ട് എന്ന്. അദ്ദേഹം വളരെ വിഷമിച്ചു, വളരെ കൂടുതൽ നിരാശനായി. ചെയ്തുപോയ ഒരു പ്രവർത്തനത്തിൽ അദ്ദേഹം വല്ലാതെ ഖേദിച്ചു. അദ്ദേഹം ഈ യഹൂദിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, താങ്കൾ എൻ്റെ നൈബറിംഗ് ഷോപ്പുകാരനാണ്, നൈബറിംഗ് എക്സ്ചേഞ്ചുകാരനാണ്, എനിക്ക് ഒരു ഉപകാരം ചെയ്യണം, നിങ്ങളെക്കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്. എന്താണ്, പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇന്നലെ കൊടുത്ത 10 ദിർഹമിൻ്റെ കൂലി എനിക്ക് തരണം. ഞാൻ അത് തരാം. ഞാൻ അതിനു പകരം 100 ദിർഹം തരാം. എനിക്ക് ആ കൂലി താങ്കൾ തരണം. യഹൂദി പറഞ്ഞു, 10 അല്ല, 100 അല്ല, നീ 1,00,000 ദിർഹം തന്നാലും അത് ഞാൻ ഒരിക്കലും തരികയില്ല. ഈ കണ്ട ഖസ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആ ഖസ്റിൽ ഒരിക്കലും നിനക്ക് കയറാം എന്ന് വിചാരിക്കേണ്ട. എന്നിട്ട് ചോദിച്ചു, ആരാണ് നിന്നോട് ഇങ്ങനെയൊരു സംഭവം പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ആ സ്വപ്നത്തിൻ്റെ കഥ പറഞ്ഞിട്ട് പറഞ്ഞു, അല്ലദീ യഖൂലു ലിശ്ശൈഇ കുൻ ഫയകൂൻ, അത് അള്ളാഹുവാണ് എനിക്ക് അറിയിച്ചു തന്നത്.
കുൻ ഫയകൂൻ, ഉദ്ദേശിച്ചാൽ ഉണ്ടാകുന്ന ആ ശക്തിയുള്ള അള്ളാഹുവാണ് എനിക്ക് ആ കാര്യം അറിയിച്ചു തന്നത് എന്ന് പറഞ്ഞപ്പോൾ യഹൂദി പറഞ്ഞു, ശരി, ഈ ആഷുറാൻ്റെ ദിവസം ഞാനതിനെ ബഹുമാനിച്ചതുകൊണ്ട് എനിക്ക് ഇത്രയും വലിയ ഒരു മഹത്വം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അദ്ദേഹം ഇസ്ലാമിൽ വരും എന്ന വിധിപ്രകാരം തന്നെയാണ് നേരത്തെ അല്ലാഹു തആല ഈ കൊട്ടാരം ഒരുക്കിയത്. സയ്യിദുൽ ബക്കരി ഈ കഥ പറഞ്ഞിട്ട് പറയുന്നത്, ഒരു യഹൂദിക്ക് ഇങ്ങനെ ലഭിക്കാമെങ്കിൽ ഒരു 10 ദിർഹമിൻ്റെ പേരിലാണ് ഇത് ലഭിക്കുന്നത് എങ്കിൽ മുഅ്മിനായ മനുഷ്യൻ ആഷുറയുടെ ഫദ്ലും മഹത്വവും മനസ്സിലാക്കിയിട്ട് അതിൽ നോമ്പനുഷ്ഠിക്കുകയും സ്വതക്ക ചെയ്യുകയും ചെയ്യുന്നവർക്ക് എന്തൊരു ഗുണമാണ് ഉണ്ടാവുക എന്ന് ചിന്തിച്ചുകൂടെ? യഗാദിയൻ ഫി ഗഫ്ലത്തിൻ വറായിഹ ഇലാ മതാ തസ്തഹ്സിനുൽ ഖബായിഹ. എപ്പോഴാണ് ഈ ദുഷിച്ച ജീവിതത്തിൽ നിന്ന് മാറിയിട്ടൊന്ന് നന്നാകാൻ പറ്റുക? ഗഫ്ലത്തിൽ നിന്ന് അള്ളാഹുവിനെ ഓർക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യ നീ എപ്പോഴാണ് മാറാൻ ഉദ്ദേശിക്കുന്നത്? വകം അഖി വകം ലാ തഖാഫു മൗഖിഫ യസ്തൻതിഖുല്ലാഹു ബിഹി അൽ ജവാരിഹ. നിന്നെ നാവടക്കപ്പെട്ട് കൈകാലുകൾ സംസാരിക്കുകയും സാക്ഷി നിൽക്കുകയും ചെയ്യുന്നൊരു ദിവസം വരാനുണ്ടല്ലോ. വഅജബൻ മിൻക വഅൻത മുബ്സിർ കൈഫ തജന്നബ്ത ത്വരീഖൽ വാദിഹ. എന്താണ് ഇതെല്ലാം അറിഞ്ഞിട്ടും നീ കണ്ണു തുറക്കാത്തത്? കൈഫ തകൂനു ഹീന തഖറഉ ഫീ ഗദിൻ സ്വഹീഫതൻ ഖദ് ഹബത്തിൽ ഫളായിഹ. നിന്റെ സർവസ്വവും രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥങ്ങൾ നീ തന്നെ വായിക്കേണ്ടി വരുമ്പോഴുള്ള ആ വഷളത്തരത്തെ ഓർക്കുന്നുണ്ടോ? വകൈഫ തർളാ അൻ തകൂന ഖാസിറ യൗമ യഫൂസു മൻ യകൂനു റാബിഹ. ലാഭം കൊയ്തു പോകുന്ന ആളുകൾ ഒരു ഭാഗത്ത് കാണുമ്പോൾ നഷ്ടവാനായി നിൽക്കാൻ നിനക്കെങ്ങനെയാണ് സാധിക്കുക? ഫഅമൽ ലിമീസാനിക ഖൈറൻ ഫഅസ യകൂനു ഫീ യൗമിൽ ഹിസാബി റാജിഹ. അതുകൊണ്ട് ഖൈർ ചെയ്ത് മുന്നേറിക്കൊള്ളൂ, നന്മ ചെയ്ത് മുന്നേറിക്കൊള്ളൂ. നാളെ വിജയിച്ചവരുടെ കൂട്ടത്തിൽ നിനക്ക് പെടാൻ സാധിക്കും. വസും ഫഹാദ യൗമു ആഷൂറാ അല്ലദീ മാ സാല ബിത്തഖ്വാ ശദാഹു ഫായിഹ. അതുകൊണ്ട് നോമ്പനുഷ്ഠിച്ചോളൂ. മുഹറം 10 മാത്രമല്ല 9 മാത്രമല്ല 1 മുതൽ 10 വരെയുള്ള വലയാലിൽ അഷർ എന്ന മഹത്വമുള്ള 10 ദിവസങ്ങൾ. അവിടെ മാത്രവും അല്ല, ഈ മാസം മുഴുക്കെ മുഹറമാണ്, പൂരിഷയാണ്. യൗമുൻ ഷരീഫുൻ ഖസ്വനല്ലാഹു ബിഹി വയാ ഫൗസ മൻ ഖദ്ദമ ഫീഹി സ്വാലിഹ. ഈ വിശുദ്ധ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചവർക്ക്, ഇന്ന് നന്മ ചെയ്തവർക്ക് വലിയ അനുഗ്രഹങ്ങളാണ്. അള്ളാഹു ആ അനുഗ്രഹങ്ങൾ നമുക്ക് വാരി ചൊരിഞ്ഞു തരുമാറാവട്ടെ. ഫമൻ സ്വാമ യൗമ ആഷൂറാ ഫകഅന്നമാ സ്വാറ അദ്ദഹ്റ കുല്ലഹു. ആഷൂറാന്റെ ദിവസം നോമ്പ് നോറ്റാൽ അതൊരു വർഷം നോമ്പ് നോൽക്കുന്നത് പോലെയാണ്. വഹുവ സൗമുൽ അംബിയായി. കാരണം അതൊരു അംബിയാക്കന്മാരുടെ നോമ്പാണ്. അതുകൊണ്ടൊരു വർഷത്തെ നോമ്പിൻ്റെ ഒരു ഖുവ്വത്ത് അതിനുണ്ട്. വമൻ അഹ്യാ ലൈലത ആഷൂറാ ബിൽ ഇബാദ ഫകഅന്നമാ അബദല്ലാഹ തആല മിസ്ല ഇബാദതി അഹ്ലി സമാവാതി സബ്ഇ. ഈ രാത്രികളിൽ ഇബാദത്ത് ചെയ്യുന്നതിന് ഏഴാകാശത്തുമുള്ള ആളുകൾ മുഴുവനും അഹ്ലുസമാവാത്ത് ഇബാദത്തിൽ ഏർപ്പെടുന്ന സമയമാണ്. അതുകൊണ്ട് ഇതിൻ്റെ രാത്രികളും പോരിശയുള്ളതാണ്. വമൻ സഖാ ഫീ യൗമി ആഷൂറാ ശർബത മാഇൻ. ആഷൂറാന്റെ ദിവസം നോമ്പ് തുറക്കുന്ന ആൾക്ക് ഒരാൾ ഒരു മുറുക്ക് വെള്ളം കുടിപ്പിച്ചാൽ സഖാഹുല്ലാഹു യൗമൽ ആതുഷിൽ അക്ബരി കഅസൻ ലം യളമ ബഅദഹാ അബദ. പരലോകത്ത് കുടിച്ചാൽ പിന്നെ ദാഹം വരാത്തൊരു വെള്ളം അല്ലാഹു തആല കൊടുക്കുമല്ലോ. ആ വെള്ളം കുടിക്കാൻ അവന് സാധിക്കും. ഫകഅന്നമാ ലം യഅസുല്ലാഹ ത്വറഫത ഐനിൻ. അവൻ്റെ ദോഷങ്ങളെല്ലാം പൊറുക്കപ്പെടുന്ന രീതിയും ഉണ്ടാകും. വമൻ തസദ്ദഖ ഫീഹി ബിസദഖത്തിൻ കഅന്നമഹാ ലം യറുദ്ദ സായിലൻ ഖത്തു. അന്നൊരു ദിവസം ഒരാൾ സ്വതക്ക ചെയ്താൽ അവൻ ഒരു സായിലിനെയും തടയാത്തതുപോലെയുള്ള
ഒരു ധർമ്മിഷ്ഠനിൽ അവന് എഴുതപ്പെടും. വമൻ ഇഗ്തസല വതطهر يوم عاشوراء ലം യംറദ് ഫി സനതിഹി ഇല്ലാ മറദൽ മൗത്ത്. അന്ന് കുളിച്ച് നല്ല വസ്ത്രം ധരിച്ച് അവൻ ഈ സന്തോഷത്തിൽ പങ്കുചേർന്നാൽ അവന് വർഷം മുഴുക്കെ ആരോഗ്യം നിലനിൽക്കും, രോഗത്തെ തൊട്ടുള്ള ഒരു സുരക്ഷ അവന് ലഭിക്കും. വമൻ മസഹ ഫീഹി അലാ റഅസി യതീമിൻ ഔ അഹ്സന ഇലൈഹി ഫകഅന്നമാ അഹ്സന ഇലാ ഐതാമി വലദി ആദമ കുല്ലിഹിം. അന്നൊരു യതീമിൻ്റെ തലയിൽ അവൻ കൈവച്ചവനെ ആശ്വസിപ്പിച്ചാൽ, അല്ലെങ്കിൽ യതീമിന് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ, അവൻ ആദം സന്തതികളിലെ മുഴുവൻ യതീമുകൾക്കും ഗുണം ചെയ്തതുപോലെ ഇരിക്കും. വമൻ ആദ മരീളൻ ഫീ യൗമി ആശൂറാ ഫകഅന്നമാ ആദ മർളാ ഔലാദി ആദമ കുല്ലിഹിം. ഈ ദിവസം രോഗിയെ സന്ദർശിച്ച് ആശ്വസിപ്പിച്ചാൽ അത് ധാരാളം രോഗികളെ സന്ദർശിച്ചതുപോലെയുള്ള കൂലി ലഭിക്കും. സയ്യിദുൽ ബക്കരി ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ വസ്സഅ അലാ അഹ്ലിഹി ഫീ യൗമി ആശൂറാ ഔസഅ അല്ലാഹു അലൈഹി സനതഹു കുല്ലഹ. ആശൂറാന്റെ ദിവസം ആരെങ്കിലും കുടുംബത്തിന് വിശാലത ചെയ്താൽ അള്ളാഹു അവർക്ക് വർഷം മുഴുവനും വിശാലത ചെയ്യും എന്ന് ഇമാം ത്വബറാനി മുഅ്ജമുൽ ഔസത്തിൽ നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. അത് പരീക്ഷിച്ചിട്ട് ധാരാളം ആളുകൾക്ക് ഗുണമുണ്ടായതാണ് എന്ന് ഫൈദുൽ ഖദീറിൽ രേഖപ്പെടുത്തിയത് കാണാം. മാത്രമല്ല, അൻ ജാബിരിൻ ജറബ്നാ ദാലിക ഫവജദ്നാഹു ഹഖാ. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങൾ അത് പരീക്ഷിച്ചു, അത് വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ വിഷയത്തെ, മുഹറമിൻ്റെ പോരിശയെ അയിമ്മത്തുകളും മഹത്തുക്കളും എല്ലാം എടുത്തു പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. ഈ ദിവസത്തിൽ പുണ്യമായ അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കുടുംബത്തിന് വിശാലത ചെയ്യലാണ്. മറ്റൊന്ന് യതീമുകൾക്കും ഫഖീറുകൾക്കും വേണ്ടി സ്വതക്ക ചെയ്യലാണ്. മെനയാന്ന് ബാംഗ്ലൂരിൽ നിന്നൊരാൾ വിളിച്ചു, വേറെ പലതും പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാ. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ആശൂറാൻ്റെ അന്ന് വല്ല പരിപാടി ഉണ്ടെങ്കിൽ ഭക്ഷണത്തിനേക്ക് ഞാൻ പൈസ തരാം. പറഞ്ഞു, വൈകുന്നേരം ഇഫ്താറിനിരിക്കുന്നവർക്ക് ഇഫ്താർ കൊടുക്കാം. എന്നിട്ട് അദ്ദേഹം അതിനു ക്യാഷ് അയച്ചു തന്നു. മുഹമ്മദ് ബിൻ നസീർ സാഹബ്, इलेक्ट्रिक प्रोडक्ट्स करने वाले, बेंगलुरु से ख़ुसूसी तौर पर हमारे लिए पूछने के बगैर सदका भेजा. ചോദിക്കാതെ തന്നെ നമുക്ക് സ്വതക്ക ചെയ്തു. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. വേറെ ഒരാൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വിളിച്ചിട്ട് നമുക്ക് നല്ലൊരു സംരംഭത്തിന് ആവശ്യമായ തുകയൊക്കെ ഞാൻ തരാം എന്ന് ഓഫർ ചെയ്തിട്ടുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ സ്വതക്കകൾ ഖബൂലാകട്ടെ. വേറൊരാൾ ഇന്ന് വരാൻ വേണ്ടി ആഗ്രഹിച്ചു, ഇന്നെത്തിയില്ല, ഇന്ന് രാത്രി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് മദ്രാസിൽ നിന്ന്. അങ്ങനെ തേടി തേടി ആളുകൾ വരികയാണ്. ചിലർ ചോദിക്കും, നിങ്ങളുടെ പള്ളിയിൽ എന്താ പിരിവില്ലാത്തത്? ആളുകളൊക്കെ പരിപാടിക്ക് വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് വിചാരിച്ചല്ലേ വരിക. നാം പറയുന്നത് പള്ളി പിരിവിനുള്ള സ്ഥലം അല്ല. പള്ളീൻ്റെ സൈഡിലൊക്കെ ആളുകളും കൗണ്ടറുണ്ട്. സ്വതക്ക ചെയ്യേണ്ടവരവിടെ ചെയ്യും. ഇവിടെ ഒരുപാട് ക്യാഷ് ആവശ്യമുണ്ട്. പക്ഷെ അതങ്ങനെ ചോദിച്ചു വാങ്ങണം എന്നില്ല എന്നതുകൊണ്ടാണ് പള്ളിയിൽ വെച്ച് പിരിവ് നടത്താത്തത്. അതുകൊണ്ടായിരിക്കും ആളുകളിങ്ങനെ പൈസ ആവശ്യത്തിന് കൊണ്ടുതരുന്നത്. അല്ലെങ്കിൽ എന്നോ വലിയ കടമായി പോകില്ലേ. ഓരോ മാസത്തിലും ആവശ്യമുള്ളത് എങ്ങനെയെങ്കിലും പൂർത്തിയാകും. ഇപ്പോൾ പള്ളിക്ക് സ്വന്തമായ കണക്ഷൻ ലഭിക്കുന്നതിന് ട്രാൻസ്ഫോമറും എല്ലാമായി പരിശോധനയൊക്കെ കഴിഞ്ഞപ്പോൾ 20 ലക്ഷം അതിന് ഇലക്ട്രിസിറ്റിയിൽ ഫീസ് അടക്കേണ്ടത് അത് 11.5 ലക്ഷമാക്കി ഇലക്ട്രിസിറ്റി തന്നെ ചുരുക്കി തന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ നിസാം ഐദറൂസി തങ്ങളുടെ നല്ല പരിശ്രമം അതിന് പിന്നിലുണ്ടായിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് കൊടുക്കട്ടെ. ആ 12 ലക്ഷം നാളെയോ മറ്റന്നാളോ അടച്ചാൽ തന്നെ കണക്ഷൻ കിട്ടുകയുള്ളൂ.
അങ്ങനെ കണക്ഷൻ കിട്ടിയാലേ നമുക്ക് എ സിയും മറ്റുമൊക്കെ നന്നായി ചാലുവാക്കാനും മസ്ജിദ് നന്നായി പ്രവർത്തിപ്പിക്കാനും പറ്റുകയുള്ളൂ. 11-12 ലക്ഷം ആവശ്യമുണ്ട് അതിനു മാത്രം. പക്ഷേ ഈ സദസ്സിൽ നിന്ന് ചോദിച്ചാൽ സദസ്സ് തരും. പക്ഷേ സദസ്സിൽ നിന്ന് പിരിവെടുക്കണ്ട എന്നത് നാം ഒരു പോളിസിയായി കാണുന്നത് ആത്മീയ മജ്‌ലിസുകൾ പിരിവിനുള്ള സ്ഥലമാണ് എന്ന ആളുകൾക്ക് തോന്നരുത്. അങ്ങനെ തോന്നിയിട്ട് അവരുടെ മനസ്സിൽ എന്തെങ്കിലും അവർ വന്ന ദിക്റിനും ദുആഇനും കൂലി ഇല്ലാതായി പോകണ്ട. ഇനി ആരെങ്കിലും വരാൻ ഉദ്ദേശിച്ചിട്ട് പിരിവ് പേടിച്ച് വരാതിരുന്നിട്ട് അത്തരം ആളുകളുടെ അവസ്ഥയും നഷ്ടപ്പെട്ടു പോകണ്ട. ആത്മീയ മജ്‌ലിസുകൾ അതിനൊന്നും വേണ്ടിയല്ല ഉണ്ടാക്കുന്നത്. പക്ഷേ അവിടെ ഖൈറിന് വേണ്ടിയുള്ള ഒരവസരം കൊടുക്കുക എന്ന നിലക്കാണ് ചില സദസ്സുകളിലൊക്കെ പിരിവെടുക്കുന്നത്. നമുക്ക് പിരിക്കാതെ തന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും എന്ന് നോക്കാം. അല്ലാഹു ബറക്കത്ത് ചൊരിയട്ടെ. ഇവിടെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്, നമുക്ക് മഹബ്ബത്ത് വർദ്ധിക്കാൻ വേണ്ടിയാണ്, ഇൽമ് വർദ്ധിക്കാൻ വേണ്ടിയാണ്, അതിലൂടെ നമുക്ക് ആത്മീയമായി ഉയരാൻ വേണ്ടിയാണ് ഈ മജ്‌ലിസുകൾ എല്ലാം നടക്കുന്നത്. മാസത്തിലൊരു ദിവസം നടക്കുന്ന ഖാദിരിയ ഹളറയും എല്ലാ വെള്ളിയാഴ്ച രാവും നടക്കുന്ന മജ്‌ലിസുകൾ, ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച രാവിനുള്ള ബുർദ മജ്‌ലിസ് എല്ലാം അതിനു വേണ്ടിയുള്ളതാണ്.